3, 2, 1, 0, +1, +200 ignited, vehicle lift off. 2 പതിറ്റാണ്ട് കാലമായി ISRO നടത്തിവന്ന പരീക്ഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കുമുള്ള ഗുണഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൃത്യം 5:28 തന്നെ GSAT 19 വഹിച്ചുകൊണ്ട് GSLV മാർക്ക് 3 കുതിച്ചുയർന്നു. 16 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞപ്പോൾ GSAT വിഘടിച്ചു. 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ക്രയോജിക് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങി. തുടർന്നുള്ള ഘട്ടങ്ങളും ISRO ചാർട്ട് ചെയ്തതുപോലെ തന്നെ പ്രവർത്തിച്ചു. 10 വർഷമാണ് വാർത്താവിനിമയ ഉപഗ്രഹമായ GSATന്റെ കാലാവധി. 2002 തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചത്. 2014 പരീക്ഷണ വിക്ഷേപണം നടത്തിയെങ്കിലും അന്ന് ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരുന്നില്ല. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് സാങ്കേതികവിദ്യ ഇതോടെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. And I take this opportunity to congratulate the entire team which has relentlessly worked over many decades. ഭാരം കൂടിയ ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാക്കിയതോടെ ഇനി രാജ്യത്തിന് അതിനായി മറ്റു രാജ്യങ്ങളെ സമീപിക്കേണ്ട അവസ്ഥയും ഒഴിവായി. ഇനി വാണിജ്യ ആവശ്യങ്ങൾക്കും GSLV ഇന്ത്യക്ക് മുതൽക്കൂട്ടാവും. തുടർച്ചയായ വിജയങ്ങൾ PSLVയെ പോലെ തന്നെ GSLVയെയും ISROയുടെ വിശ്വസനീയ വിക്ഷേപണ വാഹനമായി മാറ്റിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.